കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്ന് ധനുമാസത്തിലെ 30 ബുധനാഴ്ച കുചേല ദിനമാണ്. കുചേല ദിനത്തുനിന്നാണ് ഞങ്ങൾ നാരായണീയം വായിക്കാറുണ്ട്. കൃഷ്ണൻ്റെ അമ്പലത്തിൽ അവിടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കുചേലൻ എന്ന് പറഞ്ഞാൽ ലോകപ്രശസ്തൻ കുചേലൻ എന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേര് സുധാമാവ് എന്നാണ്. അവർ പണ്ടത്തെ കുട്ടികളെ ഗുരുകുലത്തിൽ പഠിപ്പിക്കുക, സ്കൂളിലല്ല ഗുരുകുലത്തിൽ ചേർക്കാൻ കൊണ്ടുവന്നപ്പോഴാണ് വിട്ട് പരിചയത്തിൽ രണ്ടുപേരും ഗുരുകുലത്തിൽ ചേർന്ന് പഠിച്ചു. അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗുരുപത്നി പറയണതൊക്കെ ചെയ്തു കൊടുക്കണം. ഗുരുപത്നി മക്കളെ പോലെയാണ് നോക്കുക, ശിക്ഷിക്കുകയും ശാസിക്കുകയൊന്നുമില്ല. അപ്പോൾ ഗുരുപത്നിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. വിറക് കാട്ടിൽ നിന്ന് പോയി ഒടിച്ച് കൊണ്ടുവന്ന് കൊടുക്കണം. രണ്ടാളും കൂടി ഒരു ദിവസം വിറകിന് പോയി വിറക് ഒടിച്ച് കെട്ടി വെച്ചപ്പോഴേക്കും ഭയങ്കര മഴ പെയ്തപ്പോൾ രണ്ടാളും രണ്ട് മരത്തുമ്പോൾ കയറിയിരുന്നു. അപ്പോൾ പോകാൻ നേരത്ത് ഗുരുപത്നി കുറച്ച് അവിൽ കെട്ടിപ്പോഞ്ഞ് സുധാമാവിൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വിശക്കുമ്പോൾ രണ്ടാളും കഴിച്ചോളൂ എന്ന് പറഞ്ഞു. രണ്ടാളും മരത്തിലായപ്പോൾ സുധാമാവ് ഇത് പൊതി കഴിച്ച് അവരവർ തന്നെ കഴിച്ചു. മഴ മാറി കുട്ടികളെ കാണാണ്ടായപ്പോൾ ഗുരു അന്വേഷിച്ച് വരുമ്പോൾ രണ്ടുപേരും കൂടി വിറകും കൊണ്ട് പോരാൻ പോവുക. അങ്ങനെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അവരെ പതിവ് പോലെ ശുശ്രൂഷിച്ച് നോക്കി. വിദ്യാഭ്യാസം കഴിഞ്ഞു. ഗുരുവിന് ഗുരുദക്ഷിണ കൊടുത്ത് ഗുരുവിൻ്റെ കുട്ടിക്ക് കണ്ണ് കാണാണ്ട് മൂകനും ബധിരനും അന്ധനുമായിരുന്നു. ആ കുട്ടിയെ രക്ഷിച്ച് തന്നാമെന്ന് ഗുരു പറഞ്ഞപ്പോൾ കുട്ടിയെ ഒന്ന് തലോടിയപ്പോഴേക്കും കുട്ടിക്ക് കണ്ണും കണ്ടു. കുട്ടി സംസാരിച്ച് തുടങ്ങി. ഗുരുദക്ഷിണ കൊടുത്ത് അവർ വീട്ടിൽ വന്ന് അവർ വിദ്യാഭ്യാസം കഴിഞ്ഞില്ല. രണ്ടാളും രണ്ട് വഴിക്ക് പോയി. സുധാമാവ് വീട്ടിയപ്പോൾ വേളിയൊക്കെ കഴിച്ച് കുറേ കുട്ടികളുണ്ടായി. ദാരിദ്ര്യം അതിനേലും കുന്നുകൂടി. ഒരു പറ്റു പോലും ഒരു തുള്ളി കഞ്ഞി പോലും കൊടുക്കാനില്ലാണ്ട് കഷ്ടപ്പെട്ട് അതാണ് ഈ കുചേലൻ എന്ന് വിളിച്ചു തുടങ്ങി. ഇങ്ങോരാരോടൊന്നും ചോദിക്കില്ല, പേടിക്കില്ല, അന്വേഷിക്കില്ല, ചോദിക്കില്ല. ഭഗവാനെ വിളിച്ച് നാമം ചൊല്ലിയും കുളിച്ചും ഭസ്മധാരണവും ചെയ്ത് രുദ്രാക്ഷമാലയും എന്തി നാമകീർത്തനവും ചെയ്ത് ചിദ്രൂപത്തിങ്കൽ ഉറച്ചു. പിന്നെ ചെഞ്ചമ്മേ ചെല്ലുന്നതാണ് അങ്ങവരുടെ പാദം തന്നെ. ആ നാമം ചൊല്ലി കഴിഞ്ഞവിടെ ഇരിക്കുള്ളൂ. അങ്ങനെ ഗുരുപത്നിക്ക് സഹിക്കാൻ വയ്യാണ്ട് ഒരു ദിവസം കരഞ്ഞിട്ട് പറയണ്, അങ്ങയുടെ വലിയ കൂട്ടുകാരനല്ലേ ശ്രീകൃഷ്ണൻ, ഒന്ന് പോയി കണ്ടൂടെ?